ഹായ് വെൽക്കം ഓൾ. യെസ്, അപ്പോൾ റീനീറ്റ് എത്തി. നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളും കൂടെ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ വളരെ ഷെഡ്യൂൾ ചെയ്ത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യേണ്ട സമയമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ വളരെ രസകരമായ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും ഈ ചാപ്റ്ററിലില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ച് നീങ്ങാവുന്ന ഒരു ചാപ്റ്ററാണ്. അതോടൊപ്പം തന്നെ ഈ 2026 ഇപ്പോൾ നിങ്ങൾ എഴുതിയ നീറ്റിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. സാധാരണ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ വിചാരിക്കുന്നത് അടുത്ത എക്സാമിൽ എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതിന്റെ മുന്നിലുള്ള എക്സാമുകളിലൊക്കെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നന്നായിട്ട് എക്സൽ ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. നമുക്കറിയാവുന്ന പോലെ ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് ഹീറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസുകളൊക്കെ അറിയാം. അപ്പോൾ ടെമ്പറേച്ചർ മെഷർമെന്റ് ആണ്, തെർമോമെട്രി ആണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് പഠിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഡിവൈസിനാണല്ലോ നമ്മൾ തെർമോമീറ്റർ എന്ന് പറയാം. അപ്പോൾ ഡിഫറെന്റ് ടെമ്പറേച്ചർ സ്കെയിലുകൾ നമുക്ക് പരിചയമുണ്ട് അല്ലേ? ഡിഫറെന്റ് ടെമ്പറേച്ചർ സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. ഈ മൂന്ന് സ്കെയിലും വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഈ മൂന്നെണ്ണം നിർബന്ധമായിട്ടും. ഓക്കെ അല്ലേ? ഏത് ടെമ്പറേച്ചർ സ്കെയിലിനും ഒരു ലോവർ ഫിക്സ്ഡ് പോയിന്റ് LFP ഉണ്ടാവും, ഒരു അപ്പർ ഫിക്സ്ഡ് പോയിന്റ് UFP ഉണ്ട്. എല്ലാ ടെമ്പറേച്ചർ സ്കെയിലുകളുടെയും ലോവർ ഫിക്സ്ഡ് പോയിന്റ് ആര് തന്നെയാണ്? ഐസ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്. വാട്ടറിന്റെ ഐസ് പോയിന്റ് എല്ലാത്തിലും. അതുപോലെ തന്നെ അപ്പർ ഫിക്സ്ഡ് ഇത് രണ്ടും ഫിക്സ്ഡ് ആണ്. ലോവർ ഫിക്സ്ഡ് പോയിന്റും അപ്പർ ഫിക്സ്ഡ് പോയിന്റും എല്ലാവർക്കും ഫിക്സ്ഡ് ആണ്. UFP അല്ലെങ്കിൽ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത് ആരാണ്? സ്റ്റീം പോയിന്റ് ഓഫ് വാട്ടർ ആണ്. വാട്ടറിന്റെ സ്റ്റീം പോയിന്റ്. ഓക്കെ, അപ്പൊ സെൽഷ്യസ് സ്കെയിലിലേക്ക് വന്നാൽ നമുക്കറിയാം ഐസ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ സ്റ്റീം പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവരെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ ദ സ്കെയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അറിയാം. LFP സെൽഷ്യസിൽ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. UFP 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് ഡിവിഷൻസ് എത്ര ഉണ്ടാവുക? 100 നമ്പർ ഓഫ് ഡിവിഷൻസ്. ഓക്കെ, അതുപോലെ ഫാരൻഹീറ്റ് സ്കെയിലില് 32 ഡിഗ്രി F LFP, ദെൻ 212 ഡിഗ്രി F UFP. അവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഡിവിഷൻസ് കിട്ടും, 180 കിട്ടും. ദെൻ കെൽവിൻ സ്കെയിലിൽ നിങ്ങൾക്കറിയാം 273.15 കെൽവിൻ ആണ് ഐസ് പോയിന്റ് ഓഫ് വാട്ടർ. അതുപോലെ 373.15 ആണ് സ്റ്റീം പോയിന്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും നമ്പർ ഓഫ് ഡിവിഷൻസ് എത്ര? 100. അപ്പോൾ നമ്പർ ഓഫ് ഡിവിഷൻസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കറിയാം അത് സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും നമ്പർ ഓഫ് ഡിവിഷൻസ് ഈക്വൽ ആണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് ഈക്വൽ ആയുള്ള പ്രത്യേകത എന്താ? ഡെൽറ്റ ടി ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഡെൽറ്റ സീരീസ് അതിന്റെ മീനിങ് ഇതാണ്, ഡെൽറ്റ ടി സി ഈക്വൽ ടു ഡെൽറ്റ ടി കെ ആയിരിക്കും. ഡെൽറ്റ ടി കെ 10 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് എന്ന് പറയുന്നതും 10 കെൽവിൻ ചേഞ്ച് എന്ന് പറയുന്നതും ഈക്വലാണ്. അതിന്റെ അർത്ഥം 10 ഡിഗ്രി സെൽഷ്യസും 10 കെൽവിനും ഈക്വൽ ആണെന്നല്ല. പകരം 10 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും 10 കെൽവിൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും രണ്ടും എന്തായിരിക്കും? അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതാണ് ആ പറഞ്ഞതിന്റെ മീനിങ്. ഓക്കെ, ഇനി അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ നിങ്ങൾക്കറിയാം അത് സെൽഷ്യസ് സ്കെയിലില് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയും -273.15 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലില് -450. ഇത് നിങ്ങൾ ബൈഹാർട്ട് ആക്കണമെന്നില്ല, ആവശ്യമെങ്കിൽ കൺവേർട്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. അതുപോലെ കെൽവിൻ സ്കെയിലിൽ അത് 0 ആണ്, അത് മറക്കരുത്. ഇനി ഏത് ടെമ്പറേച്ചർ സ്കെയിലിലെയും മറ്റേതൊരു ടെമ്പറേച്ചർ സ്കെയിലിലേക്കും നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി? ദ ടെമ്പറേച്ചർ ഓൺ വൺ സ്കെയിൽ -LFP ഡിവൈഡഡ് ബൈ UFP - LFP ദാറ്റ് ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഓൺ അനദർ സ്കെയിൽ -LFP ഡിവൈഡഡ് ബൈ UFP - LFP. ഫിനിഷ്. എന്താണത്? അപ്പൊ ഇത് ഇനിയും പറഞ്ഞു പോവാം നിങ്ങൾക്ക്. ഇനിയും നിങ്ങൾക്കത് പറഞ്ഞു പോവാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇവിടെ അത് എഴുതി കാണിക്കാം. ഈ പറഞ്ഞതിന്റെ മീനിങ് എന്താണെന്നറിയോ? T1 - LFP ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ്. അതായത് അവിടുത്തെ UFP - LFP ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു T2 മൈനസ് ആ സെക്കൻഡ് സ്കെയിലിലെ LFP ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്കെയിലിലെ UFP - LFP ദാറ്റ് ഈസ് ഈക്വൽ ടു T3 - LFP ഡിവൈഡഡ് ബൈ അവിടുത്തെ UFP - LFP. ഇതാണ് സംഭവം.
മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ 3 സ്കെയിലുകളെയും നമുക്ക് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ നോക്കൂ, സെൽഷ്യസ് സ്കെയില്. അപ്പൊ TC മൈനസ് സെൽഷ്യസിലെ LFP എന്താ? 0 ഐസ് പോയിന്റ് ഡിവൈഡഡ് ബൈ UFP മൈനസ് LFP സെറ്റാണ് ഈക്വൽ ടു ഫാരൻഹീറ്റ് സ്കെയിൽ മൈനസ് അവിടുത്തെ LFP അത് 32 ആണ് ഡിവൈഡഡ് ബൈ 212 മൈനസ് 32 180 ഈക്വൽ ടു കെൽവിനിലെ TK മൈനസ് അവിടുത്തെ LFP 273.15 ഡിവൈഡഡ് ബൈ 373.15 മൈനസ് ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതൊന്നും ബൈഹാർട്ട് ആക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടെമ്പറേച്ചർ സ്കെയിലിനെയും മറ്റേതൊരു ടെമ്പറേച്ചർ സ്കെയിലിലേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് മുന്നോട്ട് പോകാം. റിലേഷൻ ബിറ്റ്വീൻ സെന്റിഗ്രേഡ് ആൻഡ് ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള എക്സ്ക്ലൂസീവ് റിലേഷൻ ആണ് ഇവിടെ കൊടുത്തത്. എന്നിട്ട് ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രാഫ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് മനസ്സിലാവണമെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അറിയണം. അപ്പൊ ഈ ഇക്വേഷൻ എനിക്കും ബൈഹാർട്ട് അല്ല, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാതെ. ഇത് ആരൊക്കെ കണക്ട് ചെയ്യുന്ന നോക്കേ, ഫാരൻഹീറ്റിനെയും സെൽഷ്യസിനെയും ആണല്ലോ ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ റിലേഷൻ നമ്മൾ ഇപ്പോൾ പഠിച്ചു. എന്താണത്? TF മൈനസ് അവിടുത്തെ LFP 32 ഡിവൈഡഡ് ബൈ 180 ദാറ്റ് ഈസ് ഈക്വൽ ടു TC മൈനസ് സെൽഷ്യസ് സ്കെയിൽ 0 ഡിവൈഡഡ് ബൈ 100 മൈനസ് 0 ആണല്ലോ? ആണ്. അപ്പൊ ഇവിടെ ഒരു 0 നമ്മളിവിടെ കട്ട് ചെയ്തു. ഇവിടെ 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടുക? ഇവിടെ 5 കിട്ടും, ഇവിടെ 9 കിട്ടും. ശരിയല്ലേ? 9 കിട്ടും. ഓക്കെ, ഞാൻ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? TF മൈനസ് 32നെ ഇവിടെ നിർത്തി. അപ്പൊ ഇവിടെ 9 വന്നു. അപ്പൊ 9 ഡിവൈഡഡ് ബൈ 5 TC എന്ന് കിട്ടി. അപ്പൊ TF നിങ്ങൾക്ക് എന്താ കിട്ടുക? TF ഇസ് ഈക്വൽ ടു 9 ബൈ 5 TC പ്ലസ് 32 പ്ലസ് 32. മക്കളെ, ഇതന്നെയല്ലേ ഇവിടെ കിട്ടിയത്? കണ്ടോ? ഇനി എന്താ ഈ റിലേഷന്റെ പ്രത്യേകത? ഈ റിലേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താ? നിങ്ങൾക്കറിയാം y ഈക്വൽ ടു mx പ്ലസ് സി എന്നല്ലേ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ. നോക്കൂ, ഈ ഗ്രാഫിൽ y ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഫാരൻഹീറ്റിനാണ്, x ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ നോക്കൂ, ഇവിടെയും നോക്കൂ, വൈക്ക് പകരം ഇവിടെ ഫാരൻഹീറ്റ് കറക്റ്റ് ആണ്. പിന്നെ എക്സിന് പകരം സെൽഷ്യസ്, അത് ഇവിടെയും കറക്റ്റ് ആണ്. അപ്പൊ പിന്നെ ആരാണടാ ഈ 9/5? അത് എം ആണ്. എം ആരാ? സ്ലോപ്പാണ്. എം സ്ലോപ്പാണ്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് എഴുതാം? 9/5 എന്ന് എഴുതാം. അതുപോലെ സി എന്ന് പറഞ്ഞാൽ y ഇന്റർസെപ്റ്റ് ആണ്. y ഇന്റർസെപ്റ്റ് ഇവിടെ എത്രയാണ്? 32 ആണ്. കണ്ടോ? അതായത് ഗ്രാഫ് y ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? അത് 32. സ്ലോപ്പ് നോക്കൂ, എന്ന് വെച്ചാൽ ദിസ് ഡിവൈഡഡ് ബൈ ദിസ് കണ്ടാൽ നിങ്ങൾക്ക് 9/5 കിട്ടും. അപ്പൊ നമ്മളോട് ഈ അടിപൊളി ഗ്രാഫാണ്, ഇക്വേഷൻ ആണ്. നമ്മളോട് പല ക്വസ്റ്റനും അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് ചോദിച്ചേക്കാം. കാരണം ഇങ്ങനെ ഒരു ഗ്രാഫ്, അല്ലെങ്കിൽ സെൽഷ്യസും ഫാരൻഹീറ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ്സ് കറക്റ്റ്ലി ഗിവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ സെൽഷ്യസ് സ്കെയിൽ ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് ചോദിച്ചിട്ട് നമുക്ക് 4 ഗ്രാഫുകൾ തന്നിട്ട് നമ്മളോട് അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉള്ള കാര്യം മാത്രമേ നമുക്കതിൽ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ട് ആക്ച്വലി ഉള്ളൂ. സെറ്റല്ലേ? യെസ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ടെമ്പറേച്ചർ ചേഞ്ച് ഞാൻ പറഞ്ഞു. ടെമ്പറേച്ചർ ചേഞ്ച് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്ത്? ഇതെന്താ സാധനം? ഇത് നമ്മൾ നേരത്തെ എഴുതിയ ഡെൽറ്റ TC ഈക്വൽ ടു ഡെൽറ്റ TK, അതാണത്. മനസ്സിലായോ? കാരണം എന്താ? നമ്പർ ഓഫ് ഡിവിഷൻസ് ഈക്വൽ ആണ്. ഇതിന്റെ കാരണം എന്താണ്? നമ്പർ ഓഫ് ഡിവിഷൻസ് ഈക്വൽ ആണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് ഈക്വൽ. ഇനി ഇവിടുത്തെ കേസ് നോക്കൂ, ഇതെന്താ സംഭവം? ഇതൊന്നുമില്ല. നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ നോക്കൂ, TF ഈക്വൽ ടു 9/5 TC പ്ലസ് 32 എന്നല്ലേ? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അപ്പൊ എന്താ കിട്ടുക? ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു 9/5 കോൺസ്റ്റന്റ് ആണ്, ഡെൽറ്റ TC പ്ലസ് 32 കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് 0 ആണ് കിട്ടുക. ഇതാണ് ഈ കിട്ടിയത്. അപ്പൊ അത് പുതിയതായിട്ട് എന്തോ പഠിച്ചു വെക്കാനില്ല. അപ്പൊ നിങ്ങളോട് ചോദിക്കും, ഇപ്പൊ 10 ഡിഗ്രി ഫാരൻഹീറ്റ് ചേഞ്ച് ഉണ്ടായാൽ കറസ്പോണ്ടിങ് ചേഞ്ച് സെൽഷ്യസിൽ എത്ര വരിക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ റിലേഷൻ ആണ് അത് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഇത് അറിഞ്ഞു വെച്ചാൽ നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. അതിന് ഇത് ബൈഹാർട്ടാക്കണോ? ഒരാവശ്യമില്ല. ഇത് ബൈഹാർട്ടാക്കണോ?
സത്യത്തിൽ എനിക്ക് ഇതും ബൈഹാർട്ടല്ല. എനിക്ക് ബൈഹാർട്ടുള്ളത് നോക്കൂ ഇതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ റിലേഷനാണ്. ഈ റിലേഷൻ മതി. ഈ ഒരൊറ്റ റിലേഷൻ മതി ആ കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ. സെറ്റ് അല്ലേ? യെസ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ്? എ തെർമോമീറ്റർ ഗ്രാജുവേറ്റഡ് അക്കോർഡിംഗ് ടു എ ലീനിയർ സ്കെയിൽ റീഡ്സ് എ വാല്യൂ എക്സ് നോട്ട് വെൻ ഇൻ കോണ്ടാക്ട് വിത്ത് ബോയിലിംഗ് വാട്ടർ. ഓക്കെ, ബോയിലിംഗ് വാട്ടറിനായിട്ട് കോണ്ടാക്റ്റിൽ വെച്ച സമയത്ത് അതിന്റെ റീഡിങ് എക്സ് നോട്ടാണ്, എക്സ് സീറോ. എന്നിട്ടോ എക്സ് സീറോ ആൻഡ് എക്സ് സീറോ ബൈ 3 വെൻ ഇൻ കോണ്ടാക്ട് വിത്ത് ഐസ്. ഐസ് ഇട്ട് കോണ്ടാക്റ്റിൽ വെച്ച സമയത്ത് അപ്പൊ ഐസ് പോയിന്റും എൽ എഫ് പിയും യു എഫ് പി ആണ് ഇപ്പൊ നമുക്ക് ആ തന്നു കേട്ടോ. ഏതോ ഒരു തെർമോമീറ്ററിന്റെ എൽ എഫ് പി യു എഫ് പി തന്ന്. അപ്പൊ തന്നിരിക്കുന്ന നോക്കൂ എൽ എഫ് പി, കാരണം ഐസ് പോയിന്റ് ആണ്. ആ ഐസ് പോയിന്റ് ക്വസ്റ്റ്യനിൽ പറയുന്നു. ഐസ് പോയിന്റ് അല്ല, ഈ ഐസ് പോയിന്റ് ഇവിടെ എത്ര? എക്സ് നോട്ട് ബൈ 3. യു എഫ് പി ബോയിലിംഗ് പോയിന്റ് ആണ്, അത് എത്രയാണ്? അത് എക്സ് നോട്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. What is the temperature of an object in degree C when this thermometer is in contact with the object reads 2x0/3? അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ള പണിയുള്ളൂ. മനസ്സിലാക്കി കഴിഞ്ഞാൽ വിത്തിൻ നോ ടൈം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ, ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതാ നോക്കൂ, ഞാൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതോ ഒരു തെർമോമീറ്റർ, ആ തെർമോമീറ്ററിനെ പറ്റി നമുക്ക് വിവരമൊന്നുമില്ല. ആ തെർമോമീറ്റർ ഐസുമായിട്ട് കോണ്ടാക്ട് വെച്ച സമയത്ത് അതിന്റെ റീഡിങ് എക്സ് നോട്ട് ബൈ 3 ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ടെമ്പറേച്ചർ സ്കെയിലിന്റെയും ഐസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ എഫ് പി ആണ്. അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് യു എഫ് പി ആണ്. അതിവിടെ എച്ച് നോട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ 2x0/3 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ ടെമ്പറേച്ചർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ പുതിയ ടെമ്പറേച്ചർ സ്കെയിലിൽ 2x0/3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡാഷ് ഡിഗ്രി സെൽഷ്യസ് എന്ന് നമുക്ക് കിട്ടും. അതെന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഡിഗ്രി സെൽഷ്യസിനെയും ഈ പുതിയ ടെമ്പറേച്ചർ സ്കെയിലിനെയും നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഇതാ ഞാൻ ചെയ്യാൻ പോവാണ്. അതെന്താണ്? ഡിഗ്രി സെൽഷ്യസിലെ വാല്യൂ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ ടി സി മൈനസ് അവിടുത്തെ എൽ എഫ് പി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് 100 ഈക്വൽ ടു പുതിയ സ്കെയിലിൽ അതിന്റെ വാല്യൂ എത്ര? 2x0 ഡിവൈഡഡ് ബൈ 3 മൈനസ് അവിടുത്തെ എൽ എഫ് പി x0 ഡിവൈഡഡ് ബൈ 3 ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ്, അത് x0 മൈനസ് x0 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇവിടെ നോക്കൂ, 2x0/3 നിന്ന് ഒരു x0/3 പോയാൽ എത്രയും 2x0 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഇവിടെ ഡിനോമിനേറ്റർ നോക്കൂ 3x0 മൈനസ് h0, അപ്പൊ 2x0/3 എന്നാ കിട്ടുക. അപ്പൊ അത് ഇവിടെ തിരിഞ്ഞു വരുമ്പോൾ 2x0 ഡിവൈഡഡ് ബൈ 3 അപ്പൊ ഈക്വൽ ടു നമുക്ക് എത്ര? ഈക്വൽ ടു 1 എന്ന് കിട്ടി. അയ്യോ, ഈക്വൽ ടു 2x0 നമുക്ക് തെറ്റിയിട്ടില്ലല്ലോ. നോക്കാം. ഇവിടെ x0/3 x0 മൈനസ് 3x0 മൈനസ് ഓക്കെ കറക്റ്റ് ആണ്. 2x0 ഡിവൈഡഡ് ബൈ 3 മുകളിൽ 2x0/3 ഒരു x0/3 പോയാൽ ഒരു x0/3 ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് 2 ഇല്ല. റെഡി, ഇപ്പൊ സെറ്റായി. ഓക്കെ, റെഡി. യെസ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇനി നമുക്ക് കട്ട് ചെയ്യാൻ x0ഉം h0ഉം കട്ട് ചെയ്തു, 3ഉം കട്ട് ചെയ്തു. ബാക്കി നമുക്ക് ആരാളുള്ളത്? 1/2 ആണുള്ളത്. ദെർഫോർ ടി സിനെ ഇവിടെ നിർത്തുക. അപ്പൊ നമുക്ക് 100 ഡിവൈഡഡ് ബൈ 2 കിട്ടും. കാരണം ഈ 100നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. 100/2 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 50 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4. അപ്പൊ ഇതിലൊന്നുമില്ല പ്രത്യേകിച്ച് എന്തുണ്ടോ. എന്നാലും നമ്മൾ ആഡ് ചെയ്യുന്നതോ മൾട്ടിപ്ലൈ ചെയ്യുന്നതോ ചെറിയ തെറ്റ് പറ്റിയാൽ നമുക്ക് റോങ് ആൻസറിൽ നമ്മൾ എത്തിപ്പെടും. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു ക്വസ്റ്റ്യൻ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓൺ സെന്റിഗ്രേഡ് ഓർ സെൽഷ്യസ് സ്കെയിൽ ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ഇൻക്രീസസ് ബൈ 40 ഡിഗ്രി സെൽഷ്യസ്. ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ എന്താണ്? ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. അത് എന്താ നമ്മൾ പഠിച്ചത്? ഡെൽറ്റ എഫ് ഈസ് ഈക്വൽ ടു 9/5 ഡെൽറ്റ സി എന്ന് പഠിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നത് സെൽഷ്യസിൽ 40 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഇൻറ്റു 40.
ശരിയല്ലേ? ശരിയല്ലേ? അപ്പോൾ 40ൽ 5 8 9 ഇൻറ്റു 8 എന്ന് കിട്ടും. 9 ഇൻറ്റു 8 അല്ലേ? റെഡിയാണല്ലോ? റെഡിയാണല്ലോ? മാറിയില്ലല്ലോ? ഇല്ല. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 72 ഡിഗ്രി എഫ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. 72 ഡിഗ്രി എഫ്. ഓക്കെ അല്ലേ? ഇതെങ്ങനെ കിട്ടിയത്? ഇതിപ്പോൾ ചെയ്തുകൊണ്ട് എൻ്റെ മനസ്സിൽ ബൈ ഹാർട്ടായിട്ട് നിന്നാണ് കേട്ടോ. അതർവൈസ് നമുക്കത് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്കത് അങ്ങനെ ബൈ ഹാർട്ടാക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ബൈ ഹാർട്ടാക്കാൻ കപ്പാസിറ്റി ഉള്ളവർ ചെയ്യാതെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കത് ആ രൂപത്തിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരുപാട് ടൈം സേവർ ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആക്ട് ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, നമുക്ക് തെർമൽ എക്സ്പാൻഷൻ ആണ് ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത്. തെർമൽ എക്സ്പാൻഷൻ. ജസ്റ്റ് എ സെക്കൻഡ്. തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ തെർമൽ എക്സ്പാൻഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നോക്കൂ, 3 ടൈപ്പ് തെർമൽ എക്സ്പാൻഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതിൽ ഒന്നാമത്തേതാണ് ലീനിയർ തെർമൽ എക്സ്പാൻഷൻ. ലീനിയർ തെർമൽ എക്സ്പാൻഷൻ. ലീനിയർ തെർമൽ എക്സ്പാൻഷൻ. രണ്ടേതാണ് ഏരിയൽ തെർമൽ എക്സ്പാൻഷൻ, അല്ലെങ്കിൽ അതിന്റെ വേറെ പേരെന്താ? ഏരിയൽ ഓർ സൂപ്പർഫിഷ്യൽ തെർമൽ എക്സ്പാൻഷൻ. ദെൻ അടുത്തത് ക്യൂബിക്കൽ അല്ലെങ്കിൽ വോളിയം തെർമൽ എക്സ്പാൻഷൻ. വോളിയം ഓർ ക്യൂബിക്കൽ തെർമൽ എക്സ്പാൻഷൻ. ഇവിടൊക്കെയുള്ള ബേസിക് പോയിന്റ് എന്താണ്? ബേസിക് പോയിന്റ് ഏത് തെർമൽ എക്സ്പാൻഷൻ ആണെങ്കിലും, ഇപ്പൊ ലീനിയർ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടൽ ലെങ്ത് കൂടുക. അപ്പോൾ ഭയങ്കര സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാറോ? ഫ്രാക്ഷണൽ ചേഞ്ചിങ് ലെങ്ത്, അതിന് ഡെൽറ്റ എൽ ബൈ എൽ എഴുതും. എന്ന് വെച്ചാൽ ചേഞ്ചിങ് ലെങ്ത് ബൈ ആദ്യമുള്ള ലെങ്ത്, അത് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. ഓക്കെ അല്ലേ? ഈ കേസിൽ അതെന്താ വരിക? ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. ഇവിടെ എന്താ വരിക? ക്യൂബിക്കൽ വോളിയം എക്സ്പാൻഷൻ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. ഓക്കെ, ഈ പ്രൊപ്പോർഷണാലിറ്റി ഒക്കെ മാറ്റിയിട്ട് നമുക്ക് എന്താക്കണം? ഇക്വേഷൻ ആക്കാം. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയിലും നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താ ഇക്വേഷൻ? ഒന്നാമത്തേൽ ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി. ഇത് പ്രൊപ്പോർഷണാലിറ്റി അല്ല, NCERT ഇവിടെ യൂസ് ചെയ്ത് ആൽഫ എൽ എന്നാണ്. ആൽഫ എൽ. ഓക്കെ, ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ തെർമൽ എക്സ്പാൻഷൻ. ആൽഫ ആരാടാ? ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ തെർമൽ എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ തെർമൽ എക്സ്പാൻഷൻ യൂണിറ്റ് എന്താ? കെൽവിൻ ഇൻവേഴ്സ് ഓർ ഡിഗ്രി സി റൈസ് ടു -1. കാരണം ഇവിടെ ലെങ്ത് കട്ടാവും. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. അപ്പോൾ കെൽവിനെയും സെൽഷ്യസിനെയും നമുക്ക് ഒരേ അവകാശത്തോടു കൂടി നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സിമിലർലി നമുക്ക് അടുത്തത് കിട്ടുക ഇവിടെ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു ബീറ്റ ഡെൽറ്റ ടി. NCERT യൂസ് ചെയ്ത് ബീറ്റ എന്നല്ല, ആൽഫ എസ് എന്നാണ്. ആൽഫ എസ് സൂപ്പർഫിഷ്യൽ. ഇവിടെ എന്താ യൂസ് ചെയ്തത്? ആൽഫ എൽ. ഓക്കെ, രണ്ടും അറിയണം. അപ്പോൾ ബീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടി എന്ന് കിട്ടും. എ ഡെൽറ്റ ടി യൂണിറ്റ് ഒക്കെ സെയിം തന്നെ, യൂണിറ്റ് സെയിം. ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഈക്വൽ ടു ഗാമ ഡെൽറ്റ ടി. അപ്പോൾ ഗാമ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ, നമുക്ക് പ്രോബ്ലം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മാത്രമല്ല ആൽഫ ബീറ്റ ഗാമ തമ്മിലുള്ള റിലേഷൻ നോക്കൂ. ബീറ്റ എന്ന് പറഞ്ഞാൽ 2 ആൽഫയാണ്, ഗാമ എന്ന് പറഞ്ഞാൽ 3 ആൽഫയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ബീറ്റ നമുക്ക് കിട്ടി. ആൽഫ ഈക്വൽ ടു ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ബീറ്റ ബൈ 2 എന്ന് എഴുതാം അല്ലേ? അതേപോലെ ഇവിടുന്ന് ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഗാമ ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. അതുകൊണ്ട് തന്നെ ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ കണ്ടാൽ നമുക്ക് എന്താ കിട്ടാം? ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അത് 2 ആൽഫ. ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 3 ആൽഫ. അപ്പോൾ ഇവിടുന്ന് ആൽഫ കോമൺ ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 1:2:3 എന്ന് കിട്ടും. 1:2:3. എന്നാൽ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താ? ഇവിടെ ആൽഫ ഈക്വൽ ടു ബീറ്റ ബൈ 2 ഈക്വൽ ടു ഗാമ ബൈ 3 എന്നല്ലേ? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 6 ആൽഫ ഈക്വൽ ടു 3 ബീറ്റ
ഈക്വൽ ടു 2 ഗാമ എന്ന് കിട്ടും. ചില ആളുകൾ ഇത് വെച്ചിട്ട് ഇതിനെ വിലയിരുത്തും. അപ്പൊ ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ചോദിച്ചാൽ 6:3:2 എന്ന് പറയുന്നത് തെറ്റാണ്. അത് 1:2:3 ആണ് റേഷ്യോ. അപ്പൊ രണ്ട് ട്രീറ്റ്മെന്റ് ആണ്. രണ്ടും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, 6 ആൽഫ ഈസ് ഈക്വൽ ടു 3 ബീറ്റ ഈസ് ഈക്വൽ ടു 2 ഗാമ. ഓക്കെ, ദെൻ ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ എന്ന് പറഞ്ഞാൽ അത് 1:2:3. സെറ്റ് അല്ലേ? യെസ്. ഇനി ആൽഫ ബീറ്റ ഗാമ ഇവ കോൺസ്റ്റന്റ് ആയിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ പറയുന്നത്. കാരണം അവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം തരോ, ഇത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൽഫ ബീറ്റ ഗാമ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ കോപ്പറിന്റെ ആൽഫ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോപ്പറിന്റെ ആൽഫ എടുത്താൽ അത് ഒരു 100°C കോപ്പറിന്റെ ആൽഫന്റെ വാല്യൂ അല്ല 500°C ഉണ്ടാവുക. അതുകൊണ്ടാണ് നോക്കൂ, ഇവിടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ കോപ്പറിന്റെ എക്സാമ്പിളും കോപ്പറിന്റെ ഗ്രാഫും ടെക്സ്റ്റ് ബുക്ക് തന്ന. ഇവിടെ നോക്കൂ, ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ കിട്ടണ്ടേ. കാരണം ഇവിടെ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ആണ് പ്ലോട്ട് ചെയ്ത്. പക്ഷെ ഇത് കോൺസ്റ്റന്റ് അല്ല, അതിന്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ പറയുക, നമ്മൾ അതിനൊരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എടുക്കുക. കാരണം ഇപ്പൊ നോക്കൂ, ഇവിടുന്ന് ഇതുവരെയുള്ള ടെമ്പറേച്ചർ റേഞ്ചിൽ നമുക്ക് ഈ ഒരു വാല്യൂ എടുത്താൽ മതി. അപ്പൊ ചെറിയൊരു ടെമ്പറേച്ചർ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനിടയിലുള്ള ഒരു ആവറേജ് വാല്യൂ ആണ് നമ്മൾ പലപ്പോഴും എടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യെസ്, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എൻ അയൺ ടയർ ഈസ് ടു ബി ഫിറ്റഡ് ഓൺ എ വുഡൻ വീല്. ഓക്കെ, അപ്പൊ ടയർ ഉണ്ടാക്കിയത് അയൺ ആണ്, വീല് ഇപ്പൊ നമ്മൾ റബ്ബറിന് പകരം അവിടെ വുഡാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കേസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കേസ് ഇതാണ് ഉള്ളിലെ ഔട്ടർ വുഡൻ വീൽ എന്ന് പറഞ്ഞ സാധനം ഇതാണ്. എന്നിട്ടോ അതിന് ഡയമീറ്റർ 1 മീറ്റർ. ദ ഡയമീറ്റർ ഓഫ് ദ ടയർ ഈസ് 5 millimeter സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദ വീൽ. ഓക്കെ, മനസ്സിലായി. എന്ന് വെച്ചാൽ ഇങ്ങനെടാ, അതായത് വീൽ ഇതിൻ്റെ ഉള്ളിൽ, ടയർ ഇതിൻ്റെ ഉള്ളിലാണ്. അത് കറക്റ്റ് ഫിറ്റ് അല്ല. ഈ ടയർ നമുക്ക് കറക്റ്റ് ആയിട്ട് ആര് ഫിറ്റ് ആവണം? ആ വീല് ഫിറ്റ് ആവണം. അതായത് ഇൻ ബിറ്റ്വീനിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ അവിടെ എത്ര ഗ്യാപ്പ് ഉണ്ട്? ഇപ്പൊ അതിന്റെ ഇടയിൽ 5 millimeter ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഉള്ളിലുള്ള വീലിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പൊ അത് അയണിലാണ് ഉണ്ടാക്കിയത്. ആ അയണിനെ ഹീറ്റ് ചെയ്താൽ അത് എക്സ്പാൻഡ് ചെയ്യും, അങ്ങനെ ഫിറ്റ് ആവും. അതാണ് ഇവിടെ ചോദിച്ചത്. ദ ടയർ ഷുഡ് ബി ഹീറ്റഡ് ബൈ എ ടെമ്പറേച്ചർ ഓഫ് ഡാഷ്. എന്തിനാണത്? അതെ, അങ്ങനെ ഫിറ്റ് ആവാൻ കണ്ടോ, ടു ബി ഫിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ചേഞ്ച് ഇൻ ഡയമീറ്റർ നമുക്ക് എത്ര കിട്ടണം? ചേഞ്ച് ഇൻ ഡയമീറ്റർ എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. യെസ്, ഐ വിൽ ഷോ യു. ഡെൽറ്റ എൽ ഷുഡ് ബി നമുക്ക് എത്ര കിട്ടണം എന്നറിയോ? 5 millimeter ആണ്. ഡെൽറ്റ എൽ 5 millimeter കിട്ടണം. ഇതാണ് സംഭവം. ഓക്കെ, അപ്പൊ നമ്മുടെ നേരത്തെ ഇക്വേഷൻസ് എടുത്തോ. എന്താ നമ്മുടെ ഇക്വേഷൻ? ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി അല്ലേ? അപ്പൊ അതില് നമുക്ക് വേണ്ടത് അവിടെ ഡെൽറ്റ ടി ആണ്. അപ്പോൾ ദെർഫോർ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ആൽഫ. ആ ആൽഫന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഡെൽറ്റ എൽ 5 millimeter ആണ്. അപ്പോൾ അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ ലെങ്ത്, അതിന്റെ ഡയമീറ്റർ ആണ്, അത് 1 meter ആണ്, ഇൻറ്റു ആൽഫന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.2 into 10⁻⁻⁵. യെസ്, അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടേണ്ടതാണ്. ദാറ്റ് ഈസ് ഈക്വൽ, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര കിട്ടാം? ഇവിടെ അപ്പോ ഞാൻ ഇതിനെ 50 എന്നാക്കി. 50 ഡിവൈഡഡ് ബൈ ഇവിടെ അടിയിൽ 12 നോക്കിട്ടോ. അപ്പോൾ ഇൻറ്റു 10⁻, ഓൾറെഡി അവിടെ 10⁻³ ഉണ്ട്. അപ്പോൾ 50 ആക്കിയപ്പോൾ 10⁻⁻4 ആയി. ഇവിടെ ഉള്ളത് 10⁻⁻5 ആണ്. ഞാൻ ഇതിനെ 12 ആക്കി, അപ്പോൾ 10⁻⁻6 ആയി. -6 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ 50ൽ 12, 12ഉം 12ഉം 24, 24ഉം 24ഉം 48. അപ്പോൾ 50ൽ ഉള്ളത് 4 ആണ് അല്ലേ? 4 ബാക്കി എത്ര ഉള്ളത്? 48 കഴിഞ്ഞാൽ പിന്നെ ബാക്കി 2 ആണുള്ളത്. 2 അവിടെ 20, 20ൽ 12 എത്രയാ? 1. ഇനി കൂടുതൽ ചെയ്യേണ്ടതില്ല. അപ്പോൾ ബാക്കി നമുക്ക് ആൻസർ നോക്കിയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. 417°C നമുക്ക് ആൻസർ കിട്ടും. 417°C. ബാക്കി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഓക്കെ, റെഡി. അടുത്തതിലേക്ക് പോവാം. യെസ്, എ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഓഫ് മെറ്റൽ എ ആൻഡ് ബി. യെസ്, ഇറ്റ് ഈസ് മൗണ്ടഡ് റിജിഡ്ലി ആസ് എ ഷോൺ.
ഓക്കെ. അപ്പോൾ ഇത് ഒരു റിജിഡ് സപ്പോർട്ട്, അതിന്റെ മുകളിൽ എ ഒരു മെറ്റലാണ്, ബി വേറെ മെറ്റലാണ്. എന്നിട്ടോ ദ മെറ്റൽ എ ഹാസ് ലോവർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ. ഓ, എന്റെ ആൽഫ എ കുറവാണെന്ന് അല്ലേ? ആൽഫ എ ലെസ് ദാൻ ആൽഫ ബി. ഓക്കെ. വെൻ ദ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഈസ് പ്ലേസ്ഡ് ഓൺ എ കോൾഡ് ബാത്ത് ഇറ്റ് വിൽ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് ആൽഫയുടെ ആ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലായാൽ മതി. ഒരു മെറ്റീരിയലിന് ആൽഫന്റെ വാല്യൂ, ആൽഫ ബീറ്റ ഗാമ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? ഇപ്പോൾ ഒരു മെറ്റീരിയലിന് ആൽഫന്റെ വാല്യൂ ചെറുതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടെമ്പറേച്ചർ കൂട്ടിയാലും കുറച്ചാലും ഒക്കെ അവിടെ അതിന്റെ റിയാക്ഷൻ കുറവായിരിക്കും എന്നാണ്. ഒന്നുകൂടെ പറയാം. എക്സ് വൈ, എക്സിന് ആൽഫന്റെ വാല്യൂ കൂടുതലും വൈക്ക് ആൽഫന്റെ വാല്യൂ കുറവുമാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ടെമ്പറേച്ചർ കൂട്ടിയാൽ എക്സിന്റെ നീളം വേഗം കൂടും. കാരണം എക്സിന് ആൽഫ കൂടുതലാന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനോട് നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ലെങ്ത് കൂടുന്നു. ആൽഫ കുറവാണ് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടിയാലും കുറച്ചാലും ഒന്നും അതിന്റെ ലെങ്ത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാവില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ മീനിങ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞത് ഇവിടെ എക്ക് ആൽഫ കുറവാണ്. എക്ക് ആൽഫ കുറവാണ് എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? എന്റെ റെസ്പോൺസ് വീക്ക് ആയിരിക്കുന്നു. എന്റെ റെസ്പോൺസ് വീക്ക് ആയിരിക്കും എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ. അപ്പോ ഇവിടെ മാത്രല്ല, ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ഹീറ്റ് ചെയ്യല്ല ചെയ്തത്, ഇവിടെ കൂൾ ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ തണുപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതെന്താ സംഭവിക്കുക എന്നാണ് ചോദ്യം. അപ്പൊ തണുപ്പിച്ചു കഴിഞ്ഞാൽ ഇയാളായിരിക്കുമല്ലോ പെട്ടെന്ന് എന്താ സംഭവിക്കുക? തണുപ്പിക്കുമ്പോൾ നീളം കുറയാണല്ലോ ചെയ്യുക, ലെങ്ത് കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുക. അപ്പൊ ലെങ്ത് കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുമ്പോൾ ആരാ കൂടുതൽ കോൺട്രാക്ട് ചെയ്യുക? ആൽഫന്റെ വാല്യൂ ആർക്കാണോ കൂടുതലുള്ളത് അയാളാണ് കൂടുതൽ കോൺട്രാക്ട് ചെയ്യുക. അപ്പൊ നോക്കൂ, ഇവര് രണ്ടുപേരും ഇങ്ങനെ ഒട്ടിച്ചു വെച്ചതാ. അപ്പൊ ഇയാളെ ലെങ്ത് നന്നായിട്ട്, ഇപ്പൊ രണ്ടാൾക്കും ഒരേ ലെങ്ത് ആണ്, പക്ഷെ ഇനി ഇയാളെ ലെങ്ത് ആണ് കുറയാൻ പോകുന്നത്, നന്നായിട്ട് കുറയാൻ പോകുന്നത്. രണ്ടാമത് കുറയുന്നുണ്ട്, പക്ഷെ ഇയാളുടെ നന്നായിട്ട് കുറയും. അപ്പൊ എങ്ങനെ ആയിരിക്കും ആ ഡയഗ്രം ഉണ്ടാവുക? ആ ഡയഗ്രം വരച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് ഓപ്ഷൻസ് നോക്ക്. ഓരോരുത്തർ അങ്ങോട്ട് ബെൻഡ് ചെയ്യുന്നു ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്? യെസ്. നോക്കൂ, ഇയാൾക്ക് നീളം കുറവും ഇയാൾക്ക് നീളം കൂടുതലും, എന്നാൽ ഇത് ഇതേപോലെ നിൽക്കും വേണം. അങ്ങനെയാണെങ്കിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് ഏതാണ് ഓപ്ഷൻ? അത് നോക്കുക, ഈ രൂപത്തിൽ ബെൻഡ് ചെയ്യപ്പെടണം. നോക്കാം നമുക്ക് ചെക്ക് ചെയ്യാം. ടെൻഷൻ ആവണ്ട. ഈ ഭാഗം നീളം കുറവ്. ഞാൻ ഇവിടെ വരച്ചു നോക്കട്ടെ. ഓക്കെ, ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ്. എന്താ കാരണം? ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. നോക്കൂ, ഇങ്ങോട്ട് ബെൻഡ് ചെയ്താൽ അപ്പൊ ഇവിടെ നീളം കുറവ് ഇവിടെ നീളം കൂടുതൽ. ഇതിനേക്കാൾ കൂടുതലല്ല കേട്ടോ, ഇതിനേക്കാൾ കുറവ് തന്നെയാണ്. അതായത് ബീനെ കമ്പയർ ചെയ്യുമ്പോൾ എക്ക് ലെങ്ത് കൂടുതലായിരിക്കും. അതായത് ഈ ലെങ്ത്തിൽ നിന്ന് രണ്ടുപേരും കുറയുന്നു, പക്ഷെ ബി ആണ് നന്നായിട്ട് കുറയുക. ബി നന്നായിട്ട് കുറയുമ്പോൾ ഇങ്ങോട്ട് ബെൻഡ് ചെയ്താലേ അത് പോസിബിൾ ആവുള്ളൂ. ഇതെങ്ങാനും ഇങ്ങോട്ടാണ് ബെൻഡിങ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എക്ക് നീളം കുറവും ബിക്ക് നീളം കൂടുതലായിരിക്കും. അങ്ങനെ സംഭവിക്കൽ എപ്പോൾ മാത്രമാണ്? എക്ക് ആൽഫന്റെ വാല്യൂ കൂടുതലാവുമ്പോഴാണ്. അപ്പൊ ഇവിടെ ഏതാ കേസ്? ആരാണ് സ്ട്രിപ്പ്? വെൻ ദ ബൈമെറ്റാൽ സ്ട്രിപ്പ് എങ്ങോട്ടാ ബെൻഡ് ചെയ്യുക? റൈറ്റിലേക്ക്. യെസ്, ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ബെൻഡ് ടുവേർഡ്സ് ദ റൈറ്റ് ഈസ് ദ കറക്റ്റ്. ബെൻഡ് ടുവേർഡ്സ് ദ റൈറ്റ് ഈസ് കറക്റ്റ്. മനസ്സിലായോ? കൺഫ്യൂഷന് ചാൻസ് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ അത്? ഓക്കെ ആണ്. യെസ്, അടുത്തതിലേക്ക് പോവാം. ഓ, ഇത് പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്. വെൻ എ മെറ്റാലിക് ഷീറ്റ് ഈസ് ഹീറ്റഡ്. ഒരു മെറ്റൽ ഷീറ്റ് എടുത്തു നോക്കൂ. ഈ മെറ്റൽ ഷീറ്റ് ഇതാ, മൊത്തം മെറ്റൽ ഷീറ്റാണ്. അവിടെ ഞാൻ ഇവിടെ ഒരു ഹോൾ ഇട്ട്, ഒരു ഹോള്. അപ്പൊ ഈ ഷീറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഹോളിന്റെ സൈസ് കൂടുകയാണോ കുറയണോ ചെയ്യുക? അതാണ് ഇവിടെ സംസാരിക്കുന്നത്. ഹോളിന്റെ സൈസ് കൂടുവോ കുറയോ? കമോൺ, ഹോളിന്റെ സൈസ് നോക്കൂ, കൂടുകയാണ് ചെയ്യുക. ചില ആളുകൾ വിചാരിക്കും ഇത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തു നിന്നൊക്കെ, കാരണം എക്സ്പാൻഡ് ചെയ്ത് അത് ഇവിടെ ഇങ്ങനെ ഫില്ലായി ഇവിടെ ചെറിയ ഹോളായിട്ട് മാറുന്നത്. അങ്ങനെയല്ല, ക്യാവിറ്റി എക്സ്പാൻഡ്സ് ആസ് ഇഫ് ദർ ഈസ് നോ ക്യാവിറ്റി എന്നാണ്.
അതായത് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇപ്പോൾ ഇവിടെ ഞാൻ എ ബി എന്നുള്ള വേണ്ട, ഇതന്നെ നോക്കിയാൽ മതി. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എ ബി തമ്മിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി തമ്മിൽ എക്സ്പാൻഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവർ തമ്മിലുള്ള സെപ്പറേഷൻ കൂടുതൽ ചെയ്യുക. അപ്പോൾ നോക്കൂ, ഈ ക്യാവിറ്റിന്റെ സൈസും കൂടിക്കൊണ്ടിരിക്കും. ഒന്നും കൂടെ പറയാം. അതായത് ഇവിടെ ഞാൻ എ ബി എന്നുള്ള 2 പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഹീറ്റ് ചെയ്താൽ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ എന്താവും? സെപ്പറേഷൻ കൂടും. ഇനി ഞാൻ പറയട്ടെ, ഇതിലൂടെ നമ്മളൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴും ഈ എ ബിനെ നിങ്ങൾ ഇവിടെ പരിഗണിച്ചോ. ഹീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? അവർ തമ്മിലുള്ള സെപ്പറേഷൻ കൂടും. അപ്പൊ നമ്മൾ ഹോളിന്റെ സൈസ് കൂടും. അപ്പൊ ക്യാവിറ്റി എക്സ്പാൻഡ് ചെയ്യും. എങ്ങനെ? അവിടെ ക്യാവിറ്റി ഇല്ല എന്ന് വിചാരിച്ചാൽ എന്താണോ സംഭവിക്കുക, അതുപോലെ തന്നെയാണ് ക്യാവിറ്റി ഉള്ളപ്പോഴും സംഭവിക്കുക. അതാണ് ക്യാവിറ്റി എക്സ്പാൻഡ്സ് ആസ് ഇഫ് ദർ ഈസ് നോ ക്യാവിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അടുത്തത് വാട്ടറിന്റെ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. വാട്ടർ എവരി മെറ്റീരിയൽ എന്താ സംഭവിക്കുക? ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുന്നു, കൂൾ ചെയ്താൽ കോൺട്രാക്ട് ചെയ്യുന്നു. വാട്ടറും ഹീറ്റ് ചെയ്താൽ എക്സ്പാൻഡ് ചെയ്യും, കൂൾ ചെയ്താൽ കോൺട്രാക്ട് ചെയ്യും. പക്ഷേ റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടറിനെ നിങ്ങൾ കൂൾ ചെയ്താൽ വാട്ടർ ഇങ്ങനെ ചുരുങ്ങും, കോൺട്രാക്ട് ചെയ്യും, ഡെൻസിറ്റി കൂടും. എന്നിട്ട് പക്ഷേ ഏത് വരെ ആ സ്വഭാവം കാണിക്കുള്ളൂ? 4°C വരെ. 4°യിൽ എത്തുമ്പോൾ വാട്ടർ ചുരുങ്ങി ചുരുങ്ങി കോൺട്രാക്ട് ചെയ്ത് ഡെൻസിറ്റി കൂടി 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 4°യിൽ വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി. When it is cooled to a temperature below 4°C, instead of contracting, it expands. അത് പിന്നെ കോൺട്രാക്ട് ചെയ്യില്ല ചെയ്യുന്നത്, പിന്നെ അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ അനോമലസ് എക്സ്പാൻഷൻ, ദ വെരി ഡിഫറെന്റ് ക്യാരക്ടർ എക്സിബിറ്റഡ് ബൈ വാട്ടർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്തിനത്? ഇത് അക്വാട്ടിക് ഓർഗാനിസത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് ഈ കാര്യം. അപ്പോൾ വാട്ടറിന് മാക്സിമം ഡെൻസിറ്റി എത്രയില്ല? 4°C. ഒരിക്കൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരു ബീക്കറിൽ 4°C വാട്ടർ ഫുൾ നിറച്ചു വെച്ചു, കംപ്ലീറ്റ്ലി ഫിൽഡ് ടു ദ ബ്രിം. എന്നിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞ ഇറ്റ് ഓവർഫ്ലോസ്. അത് ഓവർഫ്ലോ ചെയ്യും എപ്പോന്നറിയാം? വെൻ ഇറ്റ് ഓപ്ഷൻ എ വെൻ ഇറ്റ് എക്സ്പാൻഡ്സ്, ഓപ്ഷൻ ബി വെൻ ഇറ്റ് വെൻ ഇറ്റ് എക്സ്പാൻഡ്സ് അല്ല, വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ്, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി വെൻ ഇറ്റ് ഈസ് കൂൾഡ്, ഓപ്ഷൻ സി ഐദർ വെൻ ഹീറ്റഡ് ഓർ വെൻ കൂൾഡ്. ചൂടാക്കുക അല്ലെങ്കിൽ തണുപ്പിക്കുക ചെയ്താൽ. ഓപ്ഷൻ ഡി നൈദർ വെൻ ഹീറ്റഡ് നോർ വെൻ കൂൾഡ്. 2 ചെയ്താലും അങ്ങനെ സംഭവിക്കില്ല. ഏതാ? 4°C വാട്ടറിനെ ഒരു ബീക്കറിൽ ഫുള്ളി നിറച്ചു വെച്ചു, അതിന്റെ ടു ദ ബ്രിമ്മില്. ഇനി നമ്മളോട് പറയണ അത് ഒപ്പം ഓവർഫ്ലോ ഒന്നുമില്ല, അപ്പൊ കറക്റ്റ് നിറഞ്ഞിക്കുക. ഇനി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നാണ് ചോദ്യം. വേഗം പറ, വേഗം പറ. എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? യെസ്, എടാ മാക്സിമം ഡെൻസിറ്റി എത്രയിലാണ്? 4°C. മാക്സിമം ഡെൻസിറ്റി. മാക്സിമം ഡെൻസിറ്റി അറ്റ് 4°C. മനസ്സിലായോ? അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഹീറ്റ് ചെയ്താലും കൂൾ ചെയ്താലും ഡെൻസിറ്റി മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം മിനിമം. മിനിമം വോളിയം 4°. ആ 4°യിൽ നിന്ന് 4.12 അങ്ങോട്ട് പോയാലും 3.9 3.8 ഇങ്ങോട്ട് വന്നാലും അതെന്താവും? വോളിയം കൂടും. അപ്പോൾ ഐദർ വെൻ ഹീറ്റഡ് ഓർ വെൻ കൂൾഡ് ഇറ്റ് ഓവർഫ്ലോസ്. യെസ്, വാ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള ഈ ഗ്രാഫ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ കണ്ടാൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം 4°C വോളിയം ആണെങ്കിൽ 4°യിൽ മിനിമം വോളിയം, ഡെൻസിറ്റി ആണെങ്കിൽ 4°യിൽ മാക്സിമം. അപ്പോൾ കർവ് ഇങ്ങനെയാണെന്ന് ആലോചിച്ചാൽ മതി. ഏതാ വോളിയം ഏതാന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ വരാനില്ല. 4°യിൽ ഡെൻസിറ്റി മാക്സിമം. വേണ്ടോ? ഇവിടെ മിനിമം ആണ്. മിനിമം എന്താ? ഡെൻസിറ്റി മാക്സിമം ആകുമ്പോൾ വോളിയം ആണ് മിനിമം ഉണ്ടാവുക. പിന്നെ ഇതിന്റെ ഷേപ്പ് നിങ്ങൾ ഇതാ ജസ്റ്റ് ഇതാ ഈ രൂപത്തിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ ആ പ്രശ്നവും തീർന്നു. ഓക്കെ, യെസ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നമുക്കറിയാം. സോളിഡ് നിന്ന് ലിക്വിഡ് ആവുക, ലിക്വിഡ് നിന്ന് ഗ്യാസ് ആവുക, ഇങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുന്ന സമയത്ത്, ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഡ്യൂറിങ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്തായിരിക്കും? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഡ്യൂറിങ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്.
അപ്പോൾ കൊടുക്കുന്ന ഹീറ്റ്, കാരണം ഈ ഗ്രാഫ് വളരെ ഫേമസ് ആണ്, നിങ്ങൾക്കറിയാം. ഒരു ബീക്കറിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് നമ്മൾ അടിയിൽ നിന്ന് ഹീറ്റ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് 0 ഡിഗ്രി വെള്ളമല്ല വെച്ചിട്ട് ഐസ് എടുത്ത് 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് ചെയ്യാൻ എടുത്തു. എന്നിട്ട് ഞാൻ ഹീറ്റ് ചെയ്തു. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിലേക്ക് ഹീറ്റ് എനർജി കിട്ടുന്നതനുസരിച്ച് നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നു വിചാരിക്കേണ്ട തെർമോമീറ്റർ ഇട്ടുണ്ട്. പക്ഷേ തെർമോമീറ്ററിൽ റീഡിംഗ് ഒന്നും കൂടുന്നത് കാണില്ല. പകരം എന്താ സംഭവിക്കുന്നത്? കൊടുക്കണ ഹീറ്റ് കംപ്ലീറ്റ് അപ്പം എന്തിനാ യൂസ് ചെയ്ത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന്. കംപ്ലീറ്റ് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടും. പിന്നെ നോക്കൂ, ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചർ കൂടുന്നില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റൊക്കെ വാപ്പറൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, വാപ്പറൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതാണ് ഈ ഗ്രാഫിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിലെ മെയിൻ പോയിന്റ് എന്താ? ഡ്യൂറിങ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ആ കാര്യമാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി നോക്കൂ, കലോറിമെട്രിയും കൂടെ നമുക്ക് സംസാരിക്കണം. കലോറിമെട്രി എന്താ സംഭവം? എന്താ കലോറിമെട്രി എന്ന മെഷർമെന്റ് ഓഫ് ഹീറ്റാണ്. മെഷർമെന്റ് ഓഫ് ഹീറ്റ് നമ്മൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ, കാരണം എക്സ്റ്റേണലി വേറെ ഇതൊന്നുമില്ല, ഇൻട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ക്ലോസ്ഡ് സിസ്റ്റം എടുത്തു. ആ സിസ്റ്റത്തിൽ നമ്മൾ 2 ഡിഫറെന്റ് ടെമ്പറേച്ചറുള്ള മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവർ തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും. ഒരാൾക്ക് എത്രയാണോ ഹീറ്റ് ഗെയിൻ ചെയ്തത് അത്ര തന്നെ മറ്റേക്ക് നഷ്ടപ്പെട്ടുണ്ടാവും. ഉറപ്പല്ലേ? ഒരാളെടുത്ത് ഇല്ലാത്ത മറ്റേ ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ സിംപ്ലി നമ്മൾ പറയാം ഹീറ്റ് ഗെയിൻഡ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ്. ആ ടേം തന്നെ നമുക്ക് മനസ്സിലാക്കുക. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഭാഗമാണ്. പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ്. ഒരാൾക്ക് നഷ്ടപ്പെട്ടു, കാരണം വേറെ ആരും ഇവിടെ ഇല്ല, പുറത്തുനിന്ന് ആരും കൊടുക്കാനും ഇല്ല, ഇവിടുന്ന് ആരും പുറത്തേക്ക് പോകാനും ഇല്ല. അപ്പോൾ ഒരാൾക്ക് നഷ്ടപ്പെട്ടത് മറ്റേ ആൾ നേടിയിട്ടുണ്ടാവും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. ഓക്കെ, ഇനി ഈ വാല്യൂസുകൾ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ വളരെ ഫേമസ് ആണ്, നിങ്ങൾക്കറിയാം. 4200 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ ആണ്. ഒന്നുകൂടെ ക്ലാരിറ്റി പറയാണ്, 4186 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. അതെന്താ സംഭവം? നിങ്ങൾക്കറിയാം 1 കാലറി എന്ന് പറഞ്ഞാൽ 4.186 ജൂളാണ്, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4.2 ജൂളാണ്. അപ്പോൾ അതാണ് ഈ റീഡിങ് 4200. എന്നാൽ വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാലറിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 കാലറി പെർ ഗ്രാം പെർ കെൽവിൻ. ഒന്നുമില്ല, ഇതിനെ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതേപോലെ കിലോഗ്രാമിനെ നിങ്ങൾ ഗ്രാം ആക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് 1 ആണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇത് മറക്കൂലെന്ന് ഞാൻ വിചാരിക്കുന്നു. വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാലറിയിൽ നമുക്ക് എങ്ങനെ പറയാം? 1 കാലറി പെർ ഗ്രാം പെർ കെൽവിൻ. എന്ന SI യൂണിറ്റിൽ എന്താ? 4200 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. ഇനി ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസിന്റെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്താ? ലേറ്റന്റ് ഹീറ്റ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന സമയത്ത് 1 കിലോഗ്രാം സബ്സ്റ്റൻസിനെ ഒരു സ്റ്റേറ്റിൽ നിന്നും അതേ ടെമ്പറേച്ചറിൽ അടുത്ത സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആവശ്യമായ ഹീറ്റ് എനർജിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ലേറ്റന്റ് ഹീറ്റിന്റെ വാല്യൂ നോക്കൂ, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഐസിന്റെ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞത് 80 ആണ്, പക്ഷേ കാലറി പെർ ഗ്രാമിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ SI വേണോ? ഒരു കുഴപ്പമില്ല, കാലറിനാക്കാൻ ഭയങ്കര സുഖല്ലടാ. കാലറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾ ആണ്. പിന്നെ ഗ്രാമിനെ കിലോഗ്രാം ആക്കുക, വേഗം കൊടുത്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ ബൈഹാർട്ട് ആക്കിക്കൊണ്ട് ബൈഹാർട്ട് ആക്കാൻ സുഖം. ഇതാണ് 80 കാലറീസ് പെർ ഗ്രാം. അതുപോലെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ഓഫ് വാട്ടർ അത് 540 കാലറീസ് പെർ ഗ്രാം. അപ്പൊ ഈ വാല്യൂസുകൾ ഇത് ഓൾറെഡി നിങ്ങൾക്ക് ബൈഹാർട്ട് ആയിരിക്കും, അത് പ്രശ്നമില്ല. ഇത് നിങ്ങൾ 1 അത് ബൈഹാർട്ട് ആക്കാൻ എന്താ ഉള്ളത്? അത് ബൈഹാർട്ട് ആക്കാൻ ഒന്നുമില്ല, അത് എനിക്ക് വരെ ബൈഹാർട്ടാണ്. ഓക്കെ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് 80, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ 540, അത് കാലറീസ് പെർ ഗ്രാം. ഇത് നിങ്ങൾക്ക് SI യൂണിറ്റിൽ വേണോ? നിങ്ങൾ 1 കാലറിനെ 4.2 മൾട്ടിപ്ലൈ ചെയ്യുക, ഗ്രാമിനെ കിലോഗ്രാം ഒക്കെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഈ വാല്യൂസുകൾ ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ബൈഹാർട്ടായിട്ട് റെഡി ടു യൂസ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാം, പ്രോബ്ലം ചെയ്യാം. യെസ്, എന്താ പ്രോബ്ലം? 2 liquids A and B are at 52 degree C and 44 degree C. When mixed in equal masses, the temperature of the mixture is found to be 48 degree C. The specific heats are in the ratio. Yes. അപ്പോൾ ഇവിടെ 2 ലിക്വിഡ്സ് A and B 50-44 ആണ്. വെൻ മിക്സ്ഡ് വിത്ത് ഈക്വൽ മാസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ ഈസ് ഫൗണ്ട് ടു ബി 48 ആണ്. സ്പെസിഫിക് ഹീറ്റ്സ് ആർ ഇൻ ദ റേഷ്യോ എന്നാണ് പറഞ്ഞത്.
അപ്പോൾ നമുക്ക് നേരത്തെ പറയാനുള്ളത് എന്താ, ഒരാൾക്ക് നഷ്ടപ്പെട്ടത് മറ്റേയാൾക്ക് ഗെയിൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ പറയണ ഹീറ്റ് ഗെയിൻഡ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ്. ഇതാണ് നമ്മളെ ഐഡിയ. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഹീറ്റ് ഗെയിൻഡ് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു എസ്. ഇയാൾക്ക് എക്ക് ഹൈ ടെമ്പറേച്ചർ അല്ലേ, എക്ക് ഹൈ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇയാൾക്ക് ലോസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എസ് ബി, കാരണം ലോസ് ആണ് എക്കുള്ളത്, ഗെയിൻ ചെയ്യുന്നത് ബി ആണ്. ഡെൽറ്റ ടി. ആ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഫൈനൽ ടെമ്പറേച്ചർ 48 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ഉണ്ടാവുക, ഇത് 48 മൈനസ് 44. ഓക്കെ, നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. ഡെൽറ്റ ടി 1 ഈക്വൽ ടു ഇവിടെ എം എസ് എ ഡെൽറ്റ ടി ബി. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കിട്ടും, കാരണം മാസ് സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതി. ഇനി എസ് ബി ഡിവൈഡഡ് ബൈ എസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എ. ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞത് 48 മൈനസ് 44 ആണ്. ഇതോ 52 മൈനസ് 48 ആണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടുക, 4/4 എന്ന് കിട്ടും. That is equal to 1. 1:1 is the right answer. 1:1 is correct. Ready അല്ലേ? 1:1 is the right answer. 1:1. കാരണം 4/4 ആണ്. 4/4. Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 40 gram of water at 40 degrees C are poured on a large block of ice at 0 degrees C. The mass of ice that melts. Okay. അപ്പോൾ 40 ഗ്രാമിലാണ് തന്നത്. വാട്ടർ 40 ഡിഗ്രി സി പോർഡ് ഓൺ എ ലാർജ് ബ്ലോക്ക് ഓഫ് ഐസ് അറ്റ് 0 ഡിഗ്രി സി. മാസ് ഓഫ് ഐസ് ആണ് ക്വസ്റ്റ്യൻ. മാസ് ഓഫ് ഐസ്. ഓക്കെ, എഗെയിൻ ഹീറ്റ് ഗെയിൻഡ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ് നമുക്ക് കൊടുക്കണം. മാസ് ഓഫ് ഐസ്, ഫൈനൽ ടെമ്പറേച്ചർ പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നുകൂടെ നോക്കട്ടെ. 40 gram ഓഫ് വാട്ടർ അറ്റ് 40 degree C are poured on a large block of ice at 0 degree C. The mass of ice that melts എന്നാ പറഞ്ഞത്. അപ്പോൾ റെഡി, അപ്പോൾ ക്ലിയർ, റെഡി ആയി. ഓക്കെ, നോക്കാം. എഗെയിൻ ഹീറ്റ് ഗെയിൻഡ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഗെയിൻ ചെയ്യുന്നത് ഇവിടെ ആരാ, ഐസ് അല്ലേ ലോവർ ടെമ്പറേച്ചറിലുള്ളത്. അപ്പോൾ ഐസ് ഓൾറെഡി ഐസിന്റെ ടെമ്പറേച്ചർ 0 ആണ്. അപ്പോൾ ഐസ് ഗെയിൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താ സംഭവിക്കുക, ഐസിന് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കും. കാരണം ഓൾറെഡി ഐസ് 0 ഡിഗ്രിയിലാണ്. ഇനി അതിലേക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ കുറയല്ല ചെയ്യുക, പിന്നെന്താ സംഭവിക്കുക, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കും. അപ്പം ഞാൻ പറയാണ് ഹീറ്റ് ഗെയിൻഡ് ബൈ ഐസ് എന്ന് പറഞ്ഞത് അത്രയും എന്ത് സംഭവിക്കും, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് നടക്കുക. അപ്പോൾ എത്ര ഗെയിൻ ചെയ്തത് ഇവിടെ എം, കാരണം ലേറ്റന്റ് ഹീറ്റ് MLF, മാസ് ഓഫ്, നോക്കൂ, അത്രയും ഇതാണ് സാധനം. കാരണം Q ഈക്വൽ ടു MLF. Q is equal to ML, latent heat of fusion. That is equal to heat lost. ആർക്കാ ഹീറ്റ് ലോസ്, വാട്ടറിനാണ്. അതേതാ, MSW ആണ്. അതായത് മാസ് ഓഫ് വാട്ടർ ഇൻറ്റു എസ് വാട്ടർ ഇൻറ്റു ഡെൽറ്റ ടി. അത് ആദ്യം എത്ര ഉള്ളത്, 40 gram. ആ 40 കംപ്ലീറ്റ് പോയി, കാരണം 40 മൈനസ് ഐസിന്റെ ടെമ്പറേച്ചറിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എം മാത്രം കിട്ടിയാൽ മതി. Therefore M is equal to MW. അതെത്ര, 40 gram. അത് ഗ്രാം തന്നെ ചെയ്താൽ മതി. ആൻസർ ഗ്രാമിലാണ്. അപ്പോൾ SW, അടിപൊളി, വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 1 calorie per gram per Kelvin into 40 divided by LF. LF, latent heat of fusion, 80 അല്ലേ, 80. That is 80 നമ്മൾ നേരത്തെ പഠിച്ചു. latent heat of fusion 80, latent heat of vaporization 540 calories per gram. Okay,
ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ ഒരു സീറോ കട്ട് ചെയ്തു, ഒരു 4ഉം ഇത് കട്ട് ചെയ്തു, അപ്പോൾ ഇവിടെ 2 കിട്ടി. ആ 2ഉം 40യും കട്ട് ചെയ്തു. Therefore, the answer is 20 gram is the right answer. 20 gram is correct. Yes, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടും കൂടെ പറയാനുണ്ട്. അത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. നമുക്കറിയാം, വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്, നമുക്ക് സമയം കുറവാണ്. യെസ്, എങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ? ഹീറ്റ് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക്, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിഫറെൻറ്റ് മോഡ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡാണത് കണ്ടക്ഷൻ, നെക്സ്റ്റ് കൺവെക്ഷൻ, ദെൻ റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് നോക്കൂ. സോളിഡ്സ് ആർ യൂഷ്വലി ഹീറ്റഡ് ബൈ ദ പ്രോസസ് ഓഫ് കണ്ടക്ഷൻ. അല്ലേ, എന്താ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇല്ല, മറിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്. ആക്ച്വൽ പാർട്ടിക്കിൾസ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്ത് പോകില്ല, പക്ഷെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. മാറ്റർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല, പക്ഷെ എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അത് സോളിഡ്സിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അല്ലെങ്കിൽ സോളിഡ്സ് ആണ് അങ്ങനെ സോളിഡ്സ് ഹീറ്റഡ് ആവുന്നത് ഈ മെത്തേഡിലാണ് ഏറ്റവും കൂടുതൽ. ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആർ ഹീറ്റഡ് ബൈ ദ പ്രോസസ് ഓഫ് കൺവെക്ഷൻ. കൺവെക്ഷനിൽ എന്താ, മെറ്റീരിയൽ പാർട്ടിക്കിൾസ് തന്നെ ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് നീങ്ങുന്നു. പ്രോസസ് ഓഫ് റേഡിയേഷൻ റിക്വയർ നോ ഇന്റർവെനിങ് മീഡിയം ആവശ്യമില്ലാത്ത ഹീറ്റ് ട്രാൻസ്ഫർ ആണെന്ത്, റേഡിയേഷൻ. സണ്ണ് എർത്തിനെ ഹീറ്റ് ചെയ്യുന്നത് ഏത് മെത്തേഡിലാണ്, റേഡിയേഷൻ വഴിയാണ്. കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ ആർ സ്ലോ പ്രോസസ് ആണ്, വൈൽ റേഡിയേഷൻ എന്താണ്, അതൊരു ഫാസ്റ്റ് പ്രോസസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്, നമ്മൾ കണ്ടക്ഷനാണ്. നമ്മളോട് പ്രോബ്ലം ഒക്കെ ചോദിക്കാം. കണ്ടക്ഷൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇവിടെ നോക്കൂ, ഇത് ഒരു എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ. ഇതാണ് നമ്മൾ കണ്ടക്ടർ. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ എ, ലെങ്ത് എൽ. അതിൻ്റെ ഒരറ്റം നമ്മൾ T1 ടെമ്പറേച്ചറിലും മറ്റ് T2 ടെമ്പറേച്ചറിലും വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കോൾഡ് എൻഡിൽ കലക്ട് ചെയ്യപ്പെടുന്ന ഹീറ്റ് Q ഈസ് പ്രൊപ്പോർഷണൽ ടു ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, വേഗം നോക്കാം, സമയക്കുറവുകൊണ്ടാണ്. Q ഈസ് പ്രൊപ്പോർഷണൽ ടു, നല്ല വണ്ണം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഹീറ്റ് ഇവിടെ കലക്ട് ചെയ്യപ്പെടും. നിങ്ങൾ വാട്ടർ പോണതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. വണ്ണുള്ള പൈപ്പ് കൂടെ കൂടുതൽ വെള്ളം പോകില്ലടാ, അതേപോലെ തന്നെ. അപ്പോൾ വണ്ണം കൂടുന്നതിനനുസരിച്ച് കലക്ട് ചെയ്യപ്പെടുന്ന ഹീറ്റ് കൂടും. രണ്ട്, ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇതും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് T1 T2 ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ ഹീറ്റ് കലക്ട് ചെയ്യപ്പെടും. ഇനി 5 മിനിറ്റിൽ കലക്ട് ചെയ്യുന്ന ഹീറ്റാണോ 10 മിനിറ്റിൽ കലക്ട് ചെയ്യുക? അല്ല. അപ്പൊ ടൈം കൂടുതൽ അനുവദിച്ചാൽ കൂടുതൽ കലക്ട് ചെയ്യും. എന്നാൽ ലെങ്ത് കൂടിയാലോ കലക്ട് ചെയ്യപ്പെടുന്ന ഹീറ്റ് കുറയും. റെഡി? അങ്ങനെ നമ്മൾ അതിന് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൂടി നമ്മളവിടെ കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ കാണുമ്പോൾ വലിയ എന്തോ സാധനം എന്ന് വിചാരിക്കും. ഭയങ്കര സിമ്പിൾ ആടാ. Q is equal to KA into T1 minus T2 divided by L into T. Kന്റെ പേരെന്താ? Kന്റെ പേര് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണത്. എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. റെഡി അല്ലേ? ഓക്കെ, ഇനി ഇത് ഹീറ്റ് ആണത്. ഈ ടൈമിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തായി? Q/T എന്നായി. Q/T എന്ന് പറഞ്ഞാൽ അപ്പൊ റേറ്റ് ഓഫ് ഹീറ്റ് എനർജിയാണ്. എന്ന് വെച്ചാൽ അതിന്റെ പേരാണ് ഹീറ്റ് കറന്റ് എന്ന് വിളിക്കുക. ഹീറ്റ് കറന്റ്. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഹീറ്റ് കറന്റ് നമ്മുടെ ഇലക്ട്രിക് കറന്റ് ഒക്കെ ഇതിനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. കാരണം രണ്ട് കണ്ടക്ടർ സീരീസിൽ വെച്ചാൽ രണ്ടിലും ഒരേ കറന്റ്. റെഡി? ആ രൂപത്തിലൊക്കെ നമ്മൾ ഇത് കൊടുക്കാം. അപ്പൊ ഹീറ്റ് കറന്റ് H is equal to KA into T1 minus T2 divided by L എന്ന് കിട്ടും. ആ ഇൻറ്റു ടി ഇല്ല, ആ ടി നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ അല്ലടാ? ഈ ഐഡിയ വെച്ചുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസുകൾ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണ്? ഇൻ എ സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ടെമ്പറേച്ചർ ഓഫ് end A and B of a rod 100 centimeter long are 0 and 100 degree C. ഓക്കെ, അപ്പോൾ ഒരു റോഡിൻ്റെ തന്നെ അല്ലേ, ഒരു റോഡാണ്, ഒറ്റ റോഡുള്ളൂ. ഇവിടെ നമ്മളോട് സംസാരിച്ചത് ഒറ്റ റോഡുള്ളൂ. ആ റോഡിൻ്റെ രണ്ടറ്റത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. ഓക്കെ, ഈ ഒരു എൻഡ് 100 ഡിഗ്രി സെൽഷ്യസിൽ 100 ഡിഗ്രി സി, രണ്ടാമത് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ദ ടെമ്പറേച്ചർ ഓഫ് ദ റോഡ് അറ്റ് 40 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻറ്റ് ഫ്രം എ. അപ്പോൾ എ പ്രശ്നം കേട്ടോ. എ ഇവിടെ പറഞ്ഞത് 100 അല്ല. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിനെങ്ങനെ മാർക്ക് ചെയ്യാം? ഇവിടെ ബി മാർക്ക് ചെയ്ത് ഇവിടെ എ മാർക്ക് ചെയ്ത്. എ അല്ല ആദ്യം പറഞ്ഞത്, അപ്പോൾ ആദ്യം പറഞ്ഞ ആളുടെ ടെമ്പറേച്ചർ 0, ഇത് 0 ഡിഗ്രി സി, ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ഹീറ്റ് ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി നമ്മളോട് പറഞ്ഞത് ടെമ്പറേച്ചർ ഓഫ് ദ റോഡ് അറ്റ് എ പോയിന്റ് 40 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻറ്റ് ഫ്രം എ.
അപ്പോൾ എ ഇതാണല്ലോ, അവിടുന്ന് 40 ആകെ 100 സെന്റിമീറ്റർ. അപ്പോൾ 40 എന്ന് പറഞ്ഞാൽ സംവെയർ ഓവർ ഹിയർ. ഇവിടെ ഞാൻ 40 എന്ന് മാർക്ക് ചെയ്തു. ഇതാണ് 40. ഓക്കെ, അവിടുത്തെ ടെമ്പറേച്ചർ ആ ടി ഞാൻ അതിന് മാർക്ക് ചെയ്തു. ആ ടി എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, യെസ്. ഇനി നമുക്ക് ചെയ്യാം. അപ്പോൾ ഒബ്വിയസ്ലി ഈ ഡിസ്റ്റൻസ് എത്ര? ഇത് 60 സെന്റിമീറ്റർ ആണ്. ഇതെത്ര? ഇത് 40 സെന്റിമീറ്റർ ആണ്. ഇത് 40 സെന്റിമീറ്റർ. യെസ്. അപ്പോൾ നോക്കൂ, ഇവിടുന്ന് ഇത് ഹൈ ടെമ്പറേച്ചർ, ഇത് ലോ ടെമ്പറേച്ചർ. ഹീറ്റ് ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകുമല്ലോ, ഒഴുകും. ഇതിലൂടെ പോകുന്ന അതേ ഹീറ്റ് തന്നെയല്ലേ ഇതിലൂടെയും പോവുക? ആണ്. കാരണം എന്താ, സീരീസിലാ, ഒരേ ഹീറ്റാ പോവുക. അപ്പൊ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താ അറിയോ? കഴിഞ്ഞ പെട്ടെന്ന് പരിപാടി ചെയ്യും. H1 ഈക്വൽ ടു H2 കൊടുക്കുക. H1 ഈക്വൽ ടു H2. ഇത് ഒരേ മെറ്റീരിയലാ. അപ്പൊ നമ്മൾ എച്ചിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ്? KA ഇൻറ്റു T1 മൈനസ് T2. T1 എന്ന് പറഞ്ഞാൽ ഇവിടെ 100 മൈനസ് T ഡിവൈഡഡ് ബൈ ലെങ്ത് 60 സെന്റിമീറ്റർ. സെന്റിമീറ്റർ ഒന്നും മാറ്റണ്ട, കാരണം അപ്പുറത്ത് സെന്റിമീറ്റർ വരാൻ പോകുന്നുണ്ട്. ഈക്വൽ ടു സെയിം മെറ്റീരിയൽ, K മാറുന്നില്ല. സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറുന്നില്ല. ദെൻ T മൈനസ് 0 ഡിവൈഡഡ് ബൈ ആ ലെങ്ത് എത്ര? 40. ആ ലെങ്ത് 40 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ സെന്റിമീറ്റർ ക്യാൻസൽ ചെയ്യും. 0 0 കട്ട് ചെയ്തു. ദെൻ 2 കൊണ്ട് ഡിവൈഡ്, അപ്പോൾ ഇവിടെ 3 ആയി, ഇവിടെ 2 ആയി. KA അതും കട്ട് ചെയ്തു. നമുക്ക് വേണ്ടത് ആ ടീൻ്റെ വാല്യൂ ആണ്, ടീൻ്റെ വാല്യൂ. അപ്പോൾ ഞാനിവിടെ എഴുതാണ്. ഇവിടെ എത്ര ഉള്ളത്? 2 അങ്ങോട്ട് കൊണ്ടുവന്ന്, അതായത് ഈ 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 200 മൈനസ് 2T ദാറ്റ് ഈസ് ഈക്വൽ ടു 3T എന്ന് കിട്ടി. അപ്പൊ 200 ഈക്വൽ ടു 5T. മനസ്സിലായോ? ഓർ T is equal to 200 by 5, that is equal to 40 degrees C. Option 2 is the right answer. Option 2 is correct. Option 2. മനസ്സിലായോ? ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം നമുക്ക്. യെസ്, ദ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ ഈസ് 9 times that of steel in the composite cylindrical bar shown in figure. കാരണം ഇവിടെ കോപ്പറും ഉണ്ട് സ്റ്റീലും ഉണ്ട്. റെഡി? കോപ്പറിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി, അപ്പൊ നമുക്കത് എഴുതാം. K കോപ്പർ ഈക്വൽ ടു 9 times K സ്റ്റീൽ എന്നാണ് പറഞ്ഞത്. വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ അറ്റ് ദ ജംഗ്ഷൻ? അപ്പൊ ജംഗ്ഷനിലെ ടെമ്പറേച്ചർ T അതെന്താണെന്നാണ് ചോദ്യം. ഓക്കെ, സെയിം പരിപാടി നേരത്തെ. കാരണം നമുക്ക് ഒരേ കറന്റ് ആണ് രണ്ടിലും ഉണ്ടാവുക. അപ്പൊ H1 ഈക്വൽ ടു H2, സെയിം പരിപാടി ഉണ്ടാവും. ഞാൻ അതേ സംഭവം ചെയ്യാൻ പോണ്. H1 ഈക്വൽ ടു H2. അപ്പൊ കോപ്പറിന്റെ ഇവിടെയാണ് 100, അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടാണ് ഒഴിയുക. അപ്പോൾ കെന്റെ കോപ്പറിന്റെ കേനെ പറ്റി എന്താ പറഞ്ഞത്? 9Ks ആണ്. അപ്പോൾ 9Ks ഇൻറ്റു ഒരേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ടെമ്പറേച്ചർ 100 മൈനസ് T. കണ്ടോ? കാരണം ഇവിടെ 100, ഇവിടെ T. അപ്പൊ ടെമ്പറേച്ചർ ചേഞ്ച് 100 മൈനസ് T ഹോൾ ഡിവൈഡഡ് ബൈ ലെങ്ത് നോക്കൂ 27 സെന്റിമീറ്റർ. മാറ്റണ്ട, അപ്പുറത്ത് സെന്റിമീറ്റർ കട്ട് ചെയ്തു പോകും. ഇവിടെ KS ഏല് മാറ്റില്ല. T മൈനസ് 0 ഡിവൈഡഡ് ബൈ 7 സെന്റിമീറ്റർ. ഡിവൈഡഡ് ബൈ 7 സെന്റിമീറ്റർ. റെഡിയല്ലേ? നോക്കൂ, ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 3, ഇവിടെ 9. പിന്നെ കേസും എയും കട്ട് ചെയ്തു, അതും കട്ട് ചെയ്തു. ഓക്കെ, അടുത്തത് 7 അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ 3 into 7 21. അപ്പോൾ 21 into 21 ഡിവൈഡഡ് ബൈ 9 into 100 മൈനസ് T. 9 ഇവിടെ വേണ്ട, 9 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് 9 അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇവിടെ 9T എന്നായി. 9T. ഓക്കെ, അപ്പോൾ ഇവിടെ 2100 ഈക്വൽ ടു 9T പ്ലസ് 21T. അപ്പൊ 30T ആയി. ഓരോ 0 കട്ട് ചെയ്തു. അപ്പൊ T is equal to 210 ഡിവൈഡഡ് ബൈ 3. അപ്പം 21. അപ്പൊ 70 ഡിഗ്രി സെൽഷ്യസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ, സിമ്പിൾ കാര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത്. കാരണം അവ രണ്ട് മെറ്റീരിയൽ നോക്കൂ, ഈ സീരീസിലെ കണക്ഷൻ, സീരീസിലാണ് കറന്റ് കോൺസ്റ്റന്റ്, നമ്മൾ കറന്റ് സിറ്റി പഠിക്കില്ലേ? ദ സെയിം തിങ്.
ഇവിടെ ഹീറ്റ് കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും സീരീസിലായതുകൊണ്ട്. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഈ 2 ക്വസ്റ്റ്യനിലും നമ്മൾ ഒരേ കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മുടെ എക്സാമിന് ചോദിച്ച 2 ക്വസ്റ്റ്യൻ നോക്കി ഒരേ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇനി ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. അടിപൊളിയായിട്ട് പഠിക്കുക. അടിപൊളിയായിട്ട് റീനീറ്റ് നിങ്ങൾ പഠിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.